ഇത് ബേസ് ആണ്, ഇത് ആസിഡ് ആണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് റെഡ് ഓൺ ഡിപ്പിംഗ് ഇൻ ആസിഡ് ആൻഡ് റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ ബൈ ആൽക്കലി. അതിനെ ആ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാവുന്ന മാർഗമാണ്. CBSE 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. കുറച്ച് പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ആസിഡാണ്, പുളിയുള്ള വസ്തുവാണല്ലോ. ഇനി ആസിഡിനെ കുറിച്ച് ഉള്ള വിവരണങ്ങൾ. സബ്സ്റ്റൻസ് വിച്ച് ആർ സോർ ടു ടേസ്റ്റ് ആൻഡ് ദർ സൊല്യൂഷൻസ് ആർ ആസിഡ്. സബ്സ്റ്റൻസ് വിച്ച് ആർ സോർ ടു ടേസ്റ്റ് ഹാവ് അസിഡിക് ഇൻഗ്രീഡിയൻസ്. പുളിയുള്ള വസ്തുക്കളാണ് അസിഡിക്. അങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ അസിഡിക് ഇൻഗ്രീഡിയൻസോളതിനൊക്കെ നമ്മൾ അതിന്റെ സൊല്യൂഷൻസിനെ ആസിഡ് എന്ന് പറയും. എന്റെ എക്സാമ്പിൾ ലെമൺ ആസിഡാണ്, വിനെഗർ ആസിഡാണ്, അതുപോലെ പുളി, ടെർമറിക്, അതുപോലെ ടൊമാറ്റോ, ഇതൊക്കെ ആസിഡിന്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഓരോന്നിന്റെ പേര്. അതായത് ലെമണിൽ സിട്രിക് ആസിഡ് ആണ്, C6H8O7. അതുപോലെ വിനെഗർ ആസിറ്റിക് ആസിഡ്, CH3COOH. അതുപോലെ ടർമറിക് ടാർട്ടാറിക് ആസിഡ് ആണ്, ടർമറിക്, C4H6O6. അതുപോലെ ടൊമാറ്റോ ഓക്സാലിക് ആസിഡ് ആണ്, C2H2O4. ഇതൊക്കെയാണ് ആസിഡിന്റെ പ്രത്യേകതകൾ. ഇനി അടുത്ത് നമുക്ക് ബേസിനെ കുറിച്ച് നോക്കാം. ബേസിന്റെ പ്രത്യേകതകൾ. സബ്സ്റ്റൻസ് വിച്ച് ആർ ബിറ്റർ ടു ടേസ്റ്റ് ആർ ബേസസ്. ഇപ്പൊ ആ പേരുകൾ കാണിച്ചിരിക്കുന്ന ഇതൊക്കെ ബേസിൽ പെടുന്നതാണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ റോഡിലെ ഇൻഡിക്കേറ്റർ പോലെ തന്നെ നമുക്ക് ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈച്ച് ഓഫ് 3 കളേഴ്സ് ഓഫ് ദ സിഗ്നൽ ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റി എക്സ്പെക്ടഡ് ഫ്രം ദ പീപ്പിൾ, ദാറ്റ് ഈസ് ടു സ്റ്റോപ്പ്, അതങ്ങനെ ട്രാഫിക് സിഗ്നൽ പോലെ തന്നെ. അപ്പൊ അതുപോലെ റോഡ് റൂൾസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ ട്രാഫിക് സിഗ്നൽ. സിമിലർലി ആസിഡ്സ് ആൻഡ് ബേസസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ. ആസിഡിനെയും ബേസിനെയും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കോമൺ ഓരോ ഇൻഡിക്കേറ്ററാണ്. ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ആസിഡിനെയും ബേസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. The acidic and basic nature of the compounds can also be indicated by some natural as well as chemical substance known as natural indicators. ഒന്നാണ് ഇത് ലിറ്റ്മസ്. It is a natural indicator used to determine the nature of the substance. അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. Obtained from plants, അതുപോലെ ഫുഡ് ഫംഗസ്, പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ്. Lichens, a plant belong to the color of litmus solution is purple. ഇനി അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് കേട്ടു. അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ റെഡ് റിമൈൻസ് റെഡ് ആൻഡ് ബ്ലൂ ചേഞ്ചസ് ടു റെഡ്. ഇവിടെ ഇനി അവിടെ ബ്ലൂ ഉണ്ട്, ബ്ലൂ അവിടെ ബ്ലൂ ആയിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ റെഡ്, ബ്ലൂ റിമൈൻസ് ബ്ലൂ ആൻഡ് റെഡ് ചേഞ്ചസ് ടു ബ്ലൂ. ആസിഡ് ചേഞ്ച് the color of blue litmus to red. ഓക്കേണ്ട കാര്യം, ആസിഡ് ചേഞ്ചസ് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഇനി അപ്പൊ ഇത് ആസിഡ് ആണ്. അപ്പോ ഇവിടെ ബേസസ് ചേഞ്ചസ് ദ കളർ ഓഫ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. അപ്പോ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ടെങ്കിൽ അത് ബേസ് ആയിരിക്കും, മനസ്സിലാവും. അപ്പൊ ഇത് ബേസ് ആണ്, ഇത് ആസിഡ് ആണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് റെഡ് ഓൺ ഡിപ്പിംഗ് ഇൻ ആസിഡ് ആൻഡ് റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ ബൈ ആൽക്കലി. അതിനെ ആ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാവുന്ന മാർഗമാണ്. ഇനി ന്യൂട്രൽ ആണെങ്കിൽ, ന്യൂട്രൽ സബ്സ്റ്റൻസ്, ആസിഡിക്കും അല്ല ബേസിക്കും അല്ല. ന്യൂട്രൽ ഇൻഡിക്കേറ്റേഴ്സ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ഫ്രം. ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, പിന്നെന്താ, ടർമറിക്, മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഓരോ പേരുകളായിട്ട്. റെഡ് കാബേജ്, അതിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കാം. റെഡ് കാബേജ് എക്സ്ട്രാക്ട് remains red in acidic solution but turns blue in green basic solution. Red cabbage extract remains red in acidic solution. അപ്പൊ acidic solution ആണോ എന്ന് മനസ്സിലാക്കാൻ, അത് acidic solution ആണെങ്കിൽ അത് റെഡ് ആയിരിക്കും. but turns blue to green in basic solution. basic solution ആണെങ്കിൽ അവിടെ ബ്ലൂ ടു ഗ്രീൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇനി ഓരോ ഫ്ലവറിന്റെയും the flower hydrangea plant are usually blue in acid which turn pink in the presence of base. അപ്പൊ ആസിഡ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ ആയിരിക്കും. ഇനി അത് ബേസിലേക്ക് വരുമ്പോൾ അതിന്റെ
കളർ പിങ്ക് ആയിട്ട് മാറും. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾ. ടർമറിക് വാട്ടർ, ലെമൺ ജ്യൂസ് അത് അസിഡിക് ആണ്. ടർമറിക് പ്ലസ് വാട്ടർ, ലെമൺ ജ്യൂസ് അസിഡിക് ആണ്. അത് ബ്ലീച്ച് വാട്ടർ, അപ്പോൾ ബ്ലീച്ച് പ്ലസ് വാട്ടർ അത് ബേസിക് ആണ്. മെനി ടൈംസ് യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് യെല്ലോ സ്റ്റെയിൻ ഓഫ് കറി ഓൺ എ വൈറ്റ് ക്ലോത്ത്. അതായത് കറിയൊക്കെ വീണ് കഴിഞ്ഞാൽ, വെള്ളത്തുണിയിൽ വീണാല് കഴിയാലും ഒരു മഞ്ഞ കളർ അവിടെ കാണും. വിച്ച് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടർമറിക് ഇൻ കറി. ഇപ്പൊ കറിയിലെ മഞ്ഞൾ ചേർത്തതിന്റെ ആ മഞ്ഞളുടെ കറിയാണ് നമ്മൾ കാണുന്നത്. അത് ടേൺസ് റെഡിഷ് ബ്രൗൺ വെൻ സോപ്പ് ഈസ് സ്ക്രബ്ഡ് ഓൺ ഇറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് soap solution is basic in nature, which changes the color of turmeric in the curry stain to red brown. അപ്പോ ഇതിൽ മഞ്ഞളിന്റെ കളർ വീണിട്ടുണ്ടാവും. അത് അലക്കാൻ വേണ്ടി സോപ്പ് ഉപയോഗിക്കുമ്പോൾ, ഈ സോപ്പ് ബേസ് ആണ്, അപ്പോൾ ഈ സോപ്പും ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വിച്ച് ചേഞ്ചസ് ദ കളർ ഓഫ് ടർമറിക് ഇൻ ദ കറി സ്റ്റേ ടു റെഡ് ബ്രൗൺ. ഇനി സിന്തറ്റിക് ഓൾഫാക്ടറി ആൻഡ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. സിന്തറ്റിക് ഇൻഡിക്കേറ്റർ, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ, അതുപോലെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നാണ് പറയുന്നത്. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ. അപ്പോൾ ടേക്ക് 2 unknown solutions in 2 different ഡിഗ്രീസ്. അറിയാത്ത ആസിഡാണോ ബേസ് ആണോ നമുക്ക് അറിയാത്ത 2 സൊല്യൂഷൻസ് നമ്മൾ എടുത്തു. ഇനി ആഡ് 2 or 3 drops ഓഫ് ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ. ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ആണ്. ഈ ഫിനോഫ്തലീൻ ഈ ബീക്കറിലേക്ക് ഒഴിച്ചു നോക്കുന്നു. ഇനി ആൻഡ് ഒബ്സർവ് ഫോർ എനി കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. ഫിനോഫ്തലീൻ ഒഴിക്കുന്നു. ഫസ്റ്റ് സൊല്യൂഷനിൽ ഒരു കളർ ചേഞ്ചും ഉണ്ടായിട്ടില്ല. ഇനി സെക്കൻഡ് സൊല്യൂഷനിലേക്ക് നോക്കുന്നു. അപ്പോ ആ സെക്കൻഡ് സൊല്യൂഷൻ കളർലെസ് ആയിരുന്നു, അത് പിങ്ക് കളറിലേക്ക് മാറി. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ ഫിനോഫ്തലീൻ ഒഴിച്ച ഫസ്റ്റ് സൊല്യൂഷന് കളർ ചേഞ്ച് ഉണ്ടായില്ല, അതുകൊണ്ട് അത് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് സൊല്യൂഷൻ ബേസിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്താൽ അത് പിങ്ക് കളറായിട്ട് മാറി. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ ആസിഡ് ആണെന്നും സെക്കൻഡ് സൊല്യൂഷൻ ബേസ് ആണെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫിനോഫ്തലീൻ ഇൻ ആസിഡ് ഓരോ പ്രത്യേകത നോക്കാം. സം കെമിക്കൽ സബ്സ്റ്റൻസ് സച്ച് ആസ് ഫിനോഫ്തലീൻ, മീഥൈൽ ഓറഞ്ച്, അയോസിൻ ആർ ഓൾസോ ഇൻഡിക്കേറ്റേഴ്സ്. ദേ ആർ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. ഈ കാര്യങ്ങൾ, ഈ സാധനങ്ങൾ, ഈ സബ്സ്റ്റൻസ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ വരുന്ന പ്രത്യേകതകൾ മീഥൈൽ ഓറഞ്ച്, അതുപോലെ ഫിനോഫ്തലീൻ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സാമ്പിൾ സൊല്യൂഷൻ HCl ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് സൊല്യൂഷന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ നോ ചേഞ്ച് ആണ്. ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ടേൺസ് ബ്ലൂ. ഫിനോഫ്തലീൻ കളർലെസ് ആണ്. മീഥൈൽ ഓറഞ്ച് ടേൺസ് റെഡ്. ഇവിടെ ഓർത്ത് നോക്കാനുള്ള കാര്യം, മീഥൈൽ ഓറഞ്ചോട് റെഡ് ആയിട്ട് മാറി. ഇനി H2SO സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ റെഡ് ലിറ്റ്മസിന് കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല, ടേൺസ് ബ്ലൂ തന്നെയാണ്. ഫിനോഫ്തലീൻ സൊല്യൂഷൻ കളർലെസ് ആണ്. മീഥൈൽ ഓറഞ്ച് ടേൺസ് റെഡ്. അപ്പൊ ആസിഡിൽ മീഥൈൽ ഓറഞ്ച് റെഡ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് HNO3 റെഡ് ലിറ്റ്മസ് സൊല്യൂഷനിൽ കളർ ചേഞ്ച് ഇല്ല. ബ്ലൂ ലിറ്റ്മസ് ടേൺസ് ബ്ലൂ തന്നെയാണ്. ഫിനോഫ്തലീൻ കളർലെസ് ആണ്. മീഥൈൽ ഓറഞ്ചിൽ ഇത് ടേൺസ് റെഡ്. നെക്സ്റ്റ് CH3COOH റെഡ് ലിറ്റ്മസ് സൊല്യൂഷനിൽ കളർ ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ബ്ലൂ ലിറ്റ്മസ് ടേൺസ് ബ്ലൂ തന്നെയാണ്. ഫിനോഫ്തലീൻ കളർലെസ് ആണ്. മീഥൈൽ ഓറഞ്ച് സൊല്യൂഷനിൽ ടേൺസ് ഓറഞ്ച്. ഇവിടെ ഇതുവരെ റെഡ് ആയിരുന്നു, ടേൺസ് ഓറഞ്ച് ആണ്, കാരണം ഇത് സ്ട്രോങ് ആസിഡ് അല്ല. ടേൺസ് ബ്ലൂ. അപ്പൊ മനസ്സിലാക്കാം, ഇത് എന്നെ വെച്ച് ആസിഡ് അല്ല, അത് ബേസ് ആയിട്ട് മാറി. അപ്പോ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നു, ടേൺസ് ബ്ലൂ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ നോ ചേഞ്ച്. ഫിനോഫ്തലീൻ സൊല്യൂഷൻ ടേൺസ് പിങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിനോഫ്തലീൻ സൊല്യൂഷനിൽ ബേസ് ആണെങ്കിൽ ബേസിന്റെ കളർ പിങ്ക് ആയിട്ട് മാറും. ഇനി മീഥൈൽ ഓറഞ്ചിന് ടേൺസ് യെല്ലോ. നെക്സ്റ്റ് CaOH twice റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് കളർ ചേഞ്ച് ഇല്ല. ഫിനോഫ്തലീൻ സൊല്യൂഷനിൽ ടേൺസ് പിങ്ക്. മീഥൈൽ ഓറഞ്ച് ടേൺസ് യെല്ലോ, KOH. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. ബ്ലൂ ലിറ്റ്മസിൽ കളർ ചേഞ്ച് ഇല്ല. ഫിനോഫ്തലീൻ ടേൺസ് പിങ്ക്. മീഥൈൽ ഓറഞ്ച് ടേൺസ് യെല്ലോ. MgOH twice ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നു. ബ്ലൂ ലിറ്റ്മസിന് നോ ചേഞ്ച്. ഫിനോഫ്തലീൻ ടേൺസ് പിങ്ക്. മീഥൈൽ ഓറഞ്ച് ടേൺസ് യെല്ലോ. NH4OH ടേൺസ് ബ്ലൂ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. ബ്ലൂ ലിറ്റ്മസിൽ കളർ ചേഞ്ച് ഇല്ല. ഫിനോഫ്തലീൻ ടേൺസ് പിങ്ക്. മീഥൈൽ ഓറഞ്ച് ടേൺസ് യെല്ലോ. അപ്പൊ ഇവിടെ നോ ചേഞ്ച് ആണ്. ഇവിടെ എല്ലാം കളർലെസ് ആണ്. ഇതുവരെ ഇവിടെ ടേൺസ് റെഡ്, ടേൺസ് ഓറഞ്ച്. അപ്പൊ ഇതെല്ലാം ആസിഡിന്റെ കൂട്ടത്തിൽ പെടുത്താം. ഇത് സ്ട്രോങ് ആസിഡ് ആയിട്ടും ഇത് വീക്ക് ആസിഡ് ആയിട്ടും എടുക്കാം. ഇനി അങ്ങോട്ട് പോകുന്നതെല്ലാം, താഴേക്ക് വരുന്നതെല്ലാം ബേസ് ആണ്. കാരണം റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു.
ബ്ലൂ ലിറ്റ്മസിൽ കളർ ചേഞ്ച് ഇല്ല. ഫിനോഫ്തലീന് കളർ ടേൺസ് പിങ്ക് ആവുന്നുണ്ട്. ഇവിടെ ഓറഞ്ച്, യെല്ലോ അങ്ങനെ കളർ മാറുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആസിഡിനെ ബേസിനെ തിരിച്ചറിയാൻ പറ്റും.